നമ്മളിൽ പലരും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയുന്നില്ല എന്ന്. എന്നാൽ വചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, എന്നോട് അടുത്ത് വരുവീൻ, എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അടുത്ത് വരും. ഒരിക്കൽ യേശു കർത്താവ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ മാർത്ത എന്നൊരു സഹോദരി കർത്താവിനെ വീട്ടിൽ കൈക്കൊണ്ടു. ഈ മാർത്ത യേശു കർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു. എന്നാൽ മാർത്തയ്ക്ക് വേറൊരു സഹോദരിയുണ്ട്, അവിടെ വരും മറിയ. ഈ മറിയ കർത്താവിൻ്റെ പാദത്തിലിരുന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ ഇടയായി തീർന്നു. മാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അവൾ എൻ്റെ കാൽക്കൽ തന്നെ ഇരുന്നു. ഈ മാർത്തയുടെയും മറിയയുടെയും സഹോദരനായ ലാസർ മരിച്ച് യേശു കർത്താവ് ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ വീണ്ടും ഈ ഭവനത്തിൽ ചെല്ലുമ്പോൾ പിന്നെയും ഈ മറിയ നമുക്ക് കാണാം, യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കുന്ന മറിയെ നമുക്ക് കാണാം. മാർത്ത വീണ്ടും ശുശ്രൂഷ ചെയ്യുക. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ പകൽക്കാലം പലപ്പോഴും നമ്മൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാര്യം നമ്മൾ അവൻ്റെ കാൽക്കൽ ഇരിക്കാത്തത് കൊണ്ടാണ്. തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ ദൈവം മാനിക്കും, തീർച്ചയായിട്ടും മാനിക്കും. പക്ഷേ അവൻ്റെ കാൽക്കൽ ഇരിക്കാൻ സമയം ചെലവഴിക്കാതെ അവന് ശുശ്രൂഷ ചെയ്താൽ ആ ശുശ്രൂഷ വിലയാകത്തില്ല എന്നുള്ളതാണ്. കാരണം അവൻ്റെ കാൽക്കൽ ഇരുന്നാൽ മാത്രമേ അവൻ എന്തു പറയുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യണമെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. ഈ പകൽക്കാലം കർത്താവ് ഒരിക്കൽ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുക, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമുക്ക് അവൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിലിരിക്കാം. എന്നാൽ അവൻ്റെ സാന്നിധ്യം ഒരിക്കലും നമ്മളെ വിട്ടുമാറുകയില്ല എന്ന് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.